പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾക്ക് ഇന്നൊരു ചുരിദാർ തയ്ക്കാൻ പഠിച്ചാലോ? ബോഡി മെഷർമെന്റ് എടുത്തിട്ട് ചുരിദാർ തയ്ക്കാൻ പഠിക്കാവേ. പുറത്ത് തയ്ച്ചു കൊടുക്കുന്നവരായാലും നമ്മൾ വീട്ടിൽ ചെയ്യുന്നവരായാലും എളുപ്പത്തിൽ ഈ കാൽക്കുലേഷൻ ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഞാൻ എടുക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു നൈറ്റി ബിറ്റ് കൊണ്ടാണ് കേട്ടോ, വെറും 200 രൂപയുടെ ഒരു നൈറ്റി മെറ്റീരിയൽ എടുത്തു വെച്ചതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഒരു ചുരിദാർ ടോപ്പ് അടിക്കാന്ന് വിചാരിച്ചു. അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ല, പെട്ടെന്ന് ഒരു ചുരിദാർ തയ്ച്ചെടുക്കാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഞാൻ എടുക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേപ്പിന്റെ ആ ഭാഗത്തുള്ള കാൽക്കുലേഷൻ ആട്ടോ ഞാൻ പറയുന്നത്. എല്ലായിടത്തും ഒരേ കാൽക്കുലേഷൻ ആണ്. ഞാനിപ്പോ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, പലരും പല രീതിക്കായിട്ടാണ് അളവെടുക്കുന്നത്. ചിലവര് ഫസ്റ്റ്, പിന്നെ ഒരു സെക്കൻഡ്, തേർഡ്, അങ്ങനെ 3 ഷേപ്പില് ആ അളവിട് അങ്ങോട്ട് നിർത്തിയിട്ട് ആ ഒരു ഷേപ്പിൽ അങ്ങ് വരച്ചിട്ട് അങ്ങനെയാണ് എടുക്കുന്ന രീതി. പക്ഷെ ഞാൻ എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 4 അളവോളമെങ്കിലും എടുക്കാറുണ്ട്. ഫസ്റ്റ് ഇവിടെ, പിന്നെ ബ്രസ്റ്റിന്റെ അവിടെ, പിന്നെ അതിന്റെ താഴത്ത്, പിന്നെ നമ്മുടെ സ്ലിറ്റ് പോർഷൻ വയറ് ചുറ്റി ആ ഭാഗത്തും എടുക്കും. അപ്പൊ ഈ 4 ഷേപ്പ് എടുത്തിട്ട് നമ്മളൊന്ന് തയ്ക്കണം കേട്ടോ. കാരണം പലർക്കും പല അളവായിരിക്കും. ചിലവർക്ക് ബ്രസ്റ്റ് പോയിന്റിന്റെ അവിടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രസ്റ്റ് പോയിന്റിന്റെ അവിടെ വയറിന്റെ അവിടെയൊക്കെ കൂടുതൽ അളവ് ഇടേണ്ടി വരും. അല്ലാണ്ട് ആ 3 ഷേപ്പ് എടുത്തിട്ട് ചെയ്താൽ എനിക്ക് ആ ഭാഗത്തൊക്കെ ടൈറ്റ് ഫീൽ ചെയ്യും. ഇപ്പൊ പലർക്കും, അതായത് തടിയുള്ളവർക്കൊക്കെ ആ ഭാഗങ്ങളിൽ നമ്മൾ സാധാരണ രീതിക്ക് അളവെടുത്ത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചിലപ്പോൾ അവിടെയൊക്കെ അഴിച്ചു വിടാൻ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ ഭാഗത്ത് അളവെടുത്ത് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് അതങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ ഈ രീതിക്ക്, ഇപ്പൊ ഞാൻ പറയുന്ന രീതിക്ക് എടുത്തെന്നാൽ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവേയില്ല. പിന്നെ ഞാൻ എടുക്കുന്ന ഈ 4 ഭാഗങ്ങളിലും കാൽക്കുലേഷനൊക്കെ വളരെ സിമ്പിൾ ആണ്. എല്ലായിടത്തും ഒരേ ഇതാണ് കാൽക്കുലേഷൻ പോകുന്നത്. അല്ലാണ്ട് ഇവിടെ ഒരു 4 കൂട്ടി അല്ലെങ്കിൽ ഈ ഭാഗത്ത് വരുമ്പോൾ ഒരു 2 കൂട്ടി അങ്ങനെയൊന്നും അല്ല. എല്ലായിടത്തും ഈ എല്ലാ ഷേപ്പും എടുക്കുന്നത് ഒരേ കാൽക്കുലേഷനാണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാവേ. ഏറ്റവും എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, പിന്നെ ഒന്നും ചെയ്യേണ്ടിയും വരത്തില്ല, നമുക്കൊരു കംഫർട്ട് ഫീലും ആയിരിക്കും. അപ്പൊ നമുക്ക് ചുരിദാറിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നെക്കും, പിന്നെ നമുക്ക് ഫിറ്റ്നസ് ആണ് എല്ലാരും ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമുക്ക് ചിലവര് തയ്ക്കാൻ തരുമ്പോഴേക്കും അളവ് കൊണ്ട് തരത്തില്ല. കാരണം എല്ലാരും പറയും, നമ്മുടെ അടുത്ത് ഇപ്പൊ ആദ്യമായിട്ട് വന്നവരൊക്കെ ആണെങ്കിൽ പറയും, ഞാൻ വേറെ സ്ഥലത്ത് തയ്ച്ചിട്ട് ശരിയായില്ല, അപ്പൊ നിങ്ങളുടെ ആ ഒരു അളവിലൊന്ന് തയ്ക്കുമെന്ന് പറയും. അത് പറയുന്നത് ശരിയാണ്. പലരും പല രീതിയിലാണ് അളവെടുത്ത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് വരുമ്പോഴും നമ്മൾ ആ പഴയ രീതി, മറ്റുള്ളവർ എടുക്കുന്ന പോലെ തന്നെ എടുത്തിട്ട് ചെയ്താൽ അവർക്ക് ആ ഒരു രീതിക്ക് തന്നെ കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ രീതിയിൽ നമ്മൾ ഈ രീതിയിൽ എടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ, ആ ഷേപ്പ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാവേ. ഇപ്പൊ നമ്മൾ തുണി കട്ട് ചെയ്യാനായിട്ട് തുണി 4ആക്കി ഇങ്ങനെ മടക്കി വിരിച്ചിട്ടുണ്ട്. അപ്പൊ സൈഡിൽ കുറച്ച്, അതായത് നമുക്ക് ഷേപ്പ് നമുക്ക് ആവശ്യത്തിന് എന്തോരം വേണോ, അതായത് നമ്മുടെ ഏറ്റവും വലിയ ഷേപ്പിന്റെ അളവ്, സ്ലിറ്റിന്റെ ഭാഗത്താണല്ലോ അത് വരുന്നത്, ആ ഒരു ഷേപ്പിന്റെ അളവ് എടുത്തിട്ട് ബാക്കി തുണി ഇങ്ങോട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് തുണിയൊക്കെ കൂടുതലായിട്ട് വേണ്ടി വരില്ല. കാരണം ഇപ്പൊ അധികം വിലയുള്ള തുണിയൊക്കെ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ലെങ്ത്തിന്റെ അളവ് എടുത്താൽ മതി. മനസ്സിലായോ? ലെങ്ത്തിന്റെ അളവ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ സൈഡിൽ ഇങ്ങനെ തുണി വരുമ്പോഴേക്കും നമുക്ക് സ്ലീവിന് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. വീതിയൊക്കെ ഉള്ള ടോപ്പിനൊക്കെ ഉള്ള തുണിയാണെങ്കിൽ അങ്ങനെ വരും. പിന്നെ എന്റെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു XXL അളവാണ്. അല്ലാതെ സ്മോള്, മീഡിയം, എക്സൽ വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ടോപ്പിന് ഒരു 44 ഇഞ്ചസിലുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ആ മെറ്റീരിയൽ തന്നെ ഇങ്ങനെ ഒന്ന് മടക്കി വീണ്ടും അങ്ങനെ തന്നെ ഒന്ന് മടക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ എടുക്കാം. അപ്പൊ നമുക്ക് അധികം തുണി വേറെ മേടിക്കണ്ട മീൻസ് ഒരു 1.5 മീറ്റർ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. 2 മീറ്റർ ഒന്നും വേണ്ടി വരില്ല. കാരണം നമ്മുടെ ലെങ്ത് നോക്കുക. പിന്നെ അപ്പൊ സ്ലീവിന് സൈഡിൽ നിന്നൊന്നും കിട്ടത്തില്ല, താഴേക്ക് തന്നെ എടുക്കണം. അപ്പൊ നമുക്കിപ്പോ 1.25 എടുത്തിട്ട് നമുക്ക് ലെങ്ത് എടുത്തിട്ട് ബാക്കിയുള്ള ഇപ്പൊ ഒരു 1.25 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ ഒക്കെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവിനും 3/4 സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ആ അളവുകളൊക്കെ ആണെങ്കിൽ കേട്ടോ. അതായത് ഇപ്പൊ ഇങ്ങനെ മടക്കിയിട്ടിരിക്കുന്നത് ഒന്നും കൂടി ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് 4 അളവ് അങ്ങനെ തന്നെ എടുത്തു പോകാം. എന്നിട്ട് താഴത്തുനിന്ന് നമുക്ക് ബാക്കിയുള്ള തുണിയിൽ നിന്ന് സ്ലീവ് എടുക്കാന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് XXL ഒക്കെ ആകുമ്പോൾ അങ്ങനെ എടുക്കാൻ തുണിയിൽ അത്രയും ഇത് കിട്ടത്തില്ല കേട്ടോ. എനിക്കൊരു XL വരെയൊക്കെ ഞാൻ അങ്ങനെ എടുക്കുമായിരുന്നു. അപ്പൊ നമുക്ക് തുണി കുറച്ചെടുത്താൽ മതി. ഇതിപ്പോ ഞാൻ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ലെങ്ത് നോക്കണം. അപ്പൊ നമ്മൾ ലെങ്ത് നോക്കട്ടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 1 ഭാഗം നേരെ നമ്മൾ സ്വയം എടുക്കണമല്ലോ നമ്മുടെ അളവ്. അപ്പൊ നേരെ താഴത്തോട്ട് ഇട്ടിട്ട് നമുക്ക് എന്തോരം ലെങ്ത് വേണം അത്രയും വരെ
ടേപ്പ് താഴത്തേക്ക് ഇറക്കി നോക്കുക. അപ്പൊ എനിക്ക് 46 ആണ് ലെങ്ത് വേണ്ടത്. അപ്പൊ ഞാൻ 46ന് 2 കൂടുതൽ ഇടണം. കാരണം നമുക്ക് ഷോൾഡർ ഭാഗവും താഴെ ഭാഗവും ഒക്കെ മടക്കി ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 2 ഇഞ്ച് കൂടുതൽ വേണം. അപ്പൊ നമ്മള് 48 അളവ് നോക്കണം കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് 48 എടുത്തിട്ട് ഒന്ന് ഈ അറ്റത്ത് 48 എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് അതൊന്ന് മാർക്ക് ചെയ്തിട്ടോ. അപ്പൊ നമ്മളിങ്ങനെ എടുക്കുമ്പോഴേ ഇതിങ്ങനെ 4 ഇട്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ താഴത്തെ തുണി കറക്റ്റ് ഇതിൽ തന്നെ വന്ന് കിടക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിലേ തുണി ഇങ്ങനെ ഇടുമ്പോ താഴത്തെ അതും കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ തന്നെ വന്നിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണേ. തുണി എല്ലാ വശങ്ങളിലേ ഒരുപോലെ വന്നിട്ടുണ്ടാന്ന് നോക്കിയതാണ് കേട്ടോ. നമ്മളിങ്ങനെ മടക്കി ഇടുമ്പോഴുണ്ടല്ലോ താഴെ ഭാഗത്തും ഇട്ടേക്കണത് ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ താഴെ ഇട്ടേക്കണത് ഒരേ ലെവലിൽ തന്നെ വരണം കേട്ടോ. അപ്പോൾ ഞാനത് ലെങ്ത് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ചുളി വെള്ള പോലെ എനിക്ക് തോന്നിയത്. അതാണ് കേട്ടോ ഒന്നുകൂടി എടുത്തിട്ട് സെറ്റാക്കി ഇട്ടത്. ശ്രദ്ധിച്ചൊക്കെ ഒന്ന് ഇട്ടാൽ മതി. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്ക് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട് വേറെ ബാക്ക് വേറെ ആയിട്ട് കട്ട് ചെയ്യേണ്ടി വരും. ഈ മേൽ ഭാഗത്ത് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഷോൾഡർ വന്നിട്ട് ഷോൾഡറിന്റെ അളവ് എടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി കാണിക്കുകയാണ്. ഷോൾഡർ ടു ഷോൾഡർ ഇങ്ങനെ ബാക്കിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് നോക്കണം കേട്ടോ എത്രയാണെന്നേ. അണ്ടാ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ ഷോൾഡറിന്റെ ഇവിടെ ബാക്കിലെ 2 കുത്തുമ്പോ ഇങ്ങനെ മനസ്സിലാവും, ഒരു എല്ലുണ്ട് ആ ഭാഗത്ത് ഇങ്ങനെ കുത്തുമ്പോഴത്തേക്ക് അതാണ് അവിടുത്തെ കറക്റ്റ് അളവ്. അപ്പൊ എനിക്ക് കിട്ടിയത് 16 ആണ് കേട്ടോ. അപ്പൊ 16ന് നമ്മൾ ബാക്ക് ഡീപ്പ് ബാക്കിൽ എന്തോരം ഇറക്കം കൊടുക്കുന്നുവോ അതനുസരിച്ചാണ് നമുക്ക് ഷോൾഡറിന്റെ അളവ് വ്യത്യാസം വരുന്നത്. ബാക്ക് എന്തോരം ഡീപ്പ് ആക്കുന്നുവോ അതനുസരിച്ചാണ് നമുക്ക് ഷോൾഡർ വ്യത്യാസം വരുന്നത്. അപ്പൊ ഇവിടെ ഞാനൊരു 5 ഇഞ്ചാണ് ബാക്ക് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കൊരു നമ്മള് ബാക്ക് അധികം ഇറക്കുമ്പോൾ ഷോൾഡറിന്റെ ആ ലെവല് ഇപ്പൊ ഞാൻ 7 ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ 5ല് അത് ഓക്കെ ആയിരിക്കും. ഇപ്പൊ 7.5 എടുക്കുമ്പോഴത്തേക്കും 5 എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ നെക്കിന്ന് ഇങ്ങനെ ഇറങ്ങി പോരും. 8 ഒക്കെ ഇപ്പൊ ശരിക്കും 16 വരുമ്പോ അത് ഡിവൈഡ് ബൈ 2 വരുമ്പോ 8 ആണ് അവിടെ എടുക്കേണ്ടത്. പക്ഷെ അത് നെക്കിന് എന്തോരം ഡീപ്പ് കൊടുക്കുന്നോ അതനുസരിച്ചിട്ട് അത് മാറും. ഇപ്പൊ കോളർ നെക്കാണ്, ഹൈ നെക്കാണ്, അല്ലെങ്കിൽ ഇപ്പൊ ബോട്ട് നെക്കാണ്, അതൊക്കെയാണ് തയ്ക്കുന്നതെങ്കിൽ ആ 16 തന്നെ എടുക്കണം. ഒരു കുറവും വരുത്തരുത്. അല്ലാതെ നമ്മൾ നെക്കിന് എന്തോരം ഡീപ്പ് ആക്കുന്നോ അത്രയും നമുക്ക് ഷോൾഡർ ലെവല് 8ന്ന് 7.5, 7, 6.5 അങ്ങനെ കുറഞ്ഞു വരും. നല്ല ഡീപ്പ് ആക്കുമ്പോഴേക്കും ഒരു 6.5 എടുത്താൽ മതി, അല്ലെങ്കിൽ ഷോൾഡറിൽ നിന്ന് അങ്ങ് ഇടിഞ്ഞു പോരും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഷോൾഡറിന്റെ കണക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാനിപ്പോ എനിക്ക് ഇവിടെ ഞാൻ ഒരു 7.25 എടുത്ത് ചെയ്തു. 7.25 എടുക്കുന്നത്. അപ്പൊ ഞാൻ ആ 7.25 തന്നെ നേരെ താഴേക്കും എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മള് ഷോൾഡർ എന്തോരാണോ എടുത്തത് അത് തന്നെ നേരെ താഴേക്കും കൈക്കുഴിയുടെ അവിടെ എടുക്കണം. എന്നിട്ട് കൈക്കുഴിയുടെ മൂല ഇവിടുന്ന് തള്ളാനായിട്ട്, അതായത് എന്തോരമാണ് കൈക്കുഴി, നമ്മള് ഇത് ഫ്രഞ്ച് കർവാണ്, ഇത് വെച്ചിട്ട് നമുക്ക് കൈക്കുഴിയുടെ ഷേപ്പ്. അപ്പൊ എനിക്കിവിടെ 1.5 ആണ്. അത് എടുക്കേണ്ട രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഷേപ്പ് എന്തോരമാണ് അത് ഡിവൈഡ് ബൈ 26 ആണ്. 26 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ തള്ളേണ്ട ഭാഗം കിട്ടും. അത് ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് പറഞ്ഞു തരാവേ. ഒന്നുകൂടി ഈ ഫസ്റ്റ് ഇവിടെ കൈക്കുഴിയുടെ അവിടെ തള്ളേണ്ട വശം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെറുതെ 1.5, 1 അങ്ങനെ എടുക്കുകയല്ല കേട്ടോ. അത് ഓരോരുത്തർക്കും ഓരോ അളവുണ്ട്.
അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഷേപ്പ് ഉണ്ടല്ലോ, ഈ അണ്ടർആർമിന്റെ അളവ് എടുക്കുമ്പോഴത്തേക്കും അവിടെ തള്ളേണ്ട വശം ഉണ്ടല്ലോ, ഇങ്ങനെ ചെറുതായിട്ട് 1 പോയിന്റ് 1.5 പോയിന്റ് 2 പോയിന്റ് ഒക്കെ വരും. അത് വെറുതെ അങ്ങോട്ട് ഒരു ഉദ്ദേശത്തിൽ എടുക്കുകയല്ല. അത് എങ്ങനെയാ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് ഷേപ്പ് എടുക്കുക. ഫസ്റ്റ് ഷേപ്പ് ഇപ്പൊ എന്റെ പറയുന്നത് 41 ആണ്. അപ്പൊ നിങ്ങളുടെ എത്രയാണോ അതെടുത്തിട്ട് അത് ഡിവൈഡ് ബൈ 26 ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ തള്ളേണ്ട വശം കിട്ടുന്നത്, തള്ളേണ്ട ആ ഒരു കണക്ക് കിട്ടുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ഫസ്റ്റ് ഷേപ്പ് എടുത്തിട്ട് ഇപ്പൊ 41 ആണെങ്കിൽ അത് ഡിവൈഡ് ബൈ 26 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയത് 1.5 ആണ്. അപ്പൊ നിങ്ങളുടെ അളവ് എത്രയാണോ നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത്, ഇപ്പൊ 38 ആണോ 39 ആണോ 36 ആണോ, അത് ഡിവൈഡ് ബൈ 26 മാറുന്നില്ല, എല്ലാവർക്കും അത് തന്നെ. അപ്പൊ അത് ഡിവൈഡ് ബൈ 26 എടുക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ തള്ളേണ്ട വശം കിട്ടേണ്ടത് കേട്ടോ. ഈ ഭാഗത്ത് ഇങ്ങനെ മൂല തള്ളേണ്ട വശം ആ ഒരു കണക്ക് കിട്ടുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പൊ എനിക്ക് 1.5 ആണ്. അപ്പൊ ഞാൻ എന്റെ 1.5 ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുവാണ്. 1.5 എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ ആ ഒരു കൈക്കുഴിയുടെ ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കും. അപ്പൊ എന്റെ ഫസ്റ്റ് ഷേപ്പ് എന്ന് പറയുന്നത് 41 ആണ്. 41 ഡിവൈഡ് ബൈ 26 എടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഷോൾഡർ കിട്ടുന്നത്. അതുപോലെ തള്ളേണ്ട വശം കിട്ടുന്നത്. നമുക്ക് ഷോൾഡർ കണ്ടുപിടിക്കാൻ ഇതുപോലെ തന്നെ ഒരു എളുപ്പ വഴിയുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദ്ദേശത്തിലാണ് ഇവിടെ എടുത്തത്. പക്ഷെ ഷോൾഡർ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഷേപ്പ് എത്രയാണോ അത് ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് ഷോൾഡർ കിട്ടും. അതായത് ഇപ്പൊ 41 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോഴത്തേക്കും 6.8 എനിക്ക് കിട്ടും. പക്ഷെ ഞാൻ എടുത്തത് 6.8 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം ഡീപ്പ് ഒക്കെ കൊടുത്ത് ചെയ്യുവാണെങ്കിൽ 6.8 ഓക്കെ ആയിരിക്കും. പക്ഷെ 6.8 ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നെക്കിന് ബാക്ക് നെക്ക് ഇത്തിരി ഡീപ്പ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാനിപ്പോ അധികം ഇറക്കുന്നില്ല, ഒരു 4.5 5 വരെയൊക്കെ ഇറക്കുന്നതുകൊണ്ടാണ് ഞാനൊരു 7.25 എടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാരും നമുക്ക് ഇപ്പൊ സാധാരണ നമുക്ക് ചുരിദാർ അധികം ഇപ്പൊ ഒരു 5.5 ലെങ്ത് ഒക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 6.8 മതി. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഷേപ്പ് ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഷോൾഡറിന്റെ അളവ് കിട്ടും. പക്ഷെ നമ്മളത് ഷോൾഡറിന്റെ അളവ് നമുക്ക് അങ്ങനെ എടുക്കാൻ കൃത്യമായിട്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെക്കിന്റെ അളവ് മാറുന്നതനുസരിച്ച് ഷോൾഡറിന്റെ അളവ് മാറും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ആ കണക്ക് നമ്മൾ മനപ്പാഠം പഠിച്ചുകൊണ്ടിട്ട് കാര്യമില്ല. കാരണം നെക്ക് എന്തോരം വ്യത്യാസപ്പെടുത്തുമോ അത് മാറും. പക്ഷെ കൈക്കുഴിയുടെ അളവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഷേപ്പ് ഡിവൈഡ് ബൈ 26 ചെയ്യുമ്പോൾ നമുക്ക് ഈ കൈക്കുഴിയുടെ അളവ് എത്രയാണോ നമുക്ക് തള്ളേണ്ടത് അത് കിട്ടും. പിന്നെ ഫസ്റ്റ് ഷേപ്പ് എന്ന് പറയുന്നത് 41 ആണ്. അപ്പൊ 41 ഇനി അടുത്തതാണ് നമുക്ക് ഷേപ്പ് എടുക്കേണ്ടത്. അപ്പൊ അണ്ടർആർമിന്റെ അടുത്ത ഷേപ്പ് അളവ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ 41 ആണ്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 41 പ്ലസ് 1 42 കിട്ടുവേ. 42 ഡിവൈഡ് ബൈ 4, അതായത് 42 ഡിവൈഡ് ബൈ 4 ചെയ്യുക. അപ്പൊ 10.5 കിട്ടും. അതാണ് നമുക്ക് ഇവിടെ എടുക്കേണ്ട ഫസ്റ്റ് അളവ്. ഇപ്പൊ ഞാൻ എടുത്ത രീതി നിങ്ങൾക്ക് കണക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഷേപ്പ് അളവ് പ്ലസ് 1 കൂട്ടുക, അതായത് ആ അളവിൽ വ്യത്യാസം വരും. നമുക്ക് ഫസ്റ്റ് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഫസ്റ്റ് ഷേപ്പ് കാൽക്കുലേഷൻ എന്ന് വരുന്നത് ഇപ്പൊ എനിക്ക് കിട്ടിയത് 41 ആണ്. അപ്പൊ 41നൊപ്പം നമ്മള് 1 കൂട്ടുക. അപ്പൊ 42 കിട്ടും. 42 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആ ഫസ്റ്റ് ഷേപ്പിന്റെ അളവ് കിട്ടുന്നത്. നമ്മൾ ഇതുപോലെ ഓരോ ഷേപ്പിന്റെ അളവിനും 1 കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. ഈ കണക്കിലെ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാരും എല്ലാ ഷേപ്പ് അളവിലും ഈ കണക്ക് തന്നെയാണ്. +1 ഡിവൈഡ് ബൈ 4 അത് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഫസ്റ്റ് എടുത്തു. ഇനി സെക്കൻഡ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ അങ്ങ് എടുക്കരുത്.
ഇങ്ങനെ അങ്ങ് എടുക്കരുത്. അപ്പൊ ചിലപ്പോ നമ്മള് ഇവിടെ ആയി പോകും, ചിലവരുടെ ഇവിടെ ആയി പോകും. അങ്ങനെയല്ല നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അത് നോക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡറിൽ നിന്ന് നമ്മൾ വെക്കുക. ഷോൾഡറിൽ നിന്ന് വെച്ചിട്ട് ഇപ്പൊ എനിക്ക് ഇവിടെ വേണ്ടത് 11 അപ്പൊ നമ്മൾ ആ 11ന്റെ അവിടെ നമുക്ക് ഏകദേശം കിട്ടിയല്ലോ അളവ് പിടിക്കും. 11ന്റെ അളവ് നമ്മൾ ചുറ്റിയെടുക്കുക. അപ്പൊ എനിക്ക് കിട്ടിയത് 42 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും അളവ് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ എനിക്ക് 41 മതി, ഇവിടെ എനിക്ക് 42 വേണം. അപ്പൊ നമ്മൾ അതനുസരിച്ച് ഇവിടെ ഈ ഭാഗം കൂടുതൽ വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, നേരെ നമ്മള് മെറ്റീരിയലിലും നമ്മൾ അളവെടുക്കുക. എങ്ങനെ എടുക്കണം, ഷോൾഡറിൽ നിന്ന് നേരെ 11 കൊടുക്കുക. 11ന്ന് നമ്മൾ സെക്കൻഡ് ഷേപ്പ് വരക്കുക. 11ന്റെ നേരെ നമ്മൾ സെക്കൻഡ് ഷേപ്പ് എടുക്കുക. എന്നിട്ട് നമ്മള് അത് 42 ആണ് കിട്ടിയത്. അപ്പൊ 42 + 1 / 4 ചെയ്യുമ്പോഴത്തേക്കും 10.75 കിട്ടി. നമുക്ക് നേരത്തേത് 10.5, അതായത് 10.5 ആണെങ്കിൽ ഇതിപ്പോ 10.75 കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്രയും അളവ് വ്യത്യാസം വരും. അപ്പൊ നമ്മൾ 11ന്റെ അവിടെ 10.5 എടുക്കുക. അപ്പൊ നമുക്ക് 2 അളവ് കിട്ടി. ഇനി നമ്മള് മൂന്നാമത്തെ അളവ് നോക്കുമ്പോഴത്തേക്കും അതും നോക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ഷോൾഡറിൽ നിന്ന് നേരെ നമ്മള് താഴേക്ക് വെക്കുക. താഴേക്ക് വെക്കുമ്പോ 16 ആണ് എനിക്ക് കിട്ടുന്നത് ഇവിടെ. അപ്പൊ ആ 16ന്റെ ഇവിടെ നമ്മള് ടേപ്പ് ചുറ്റി ഇങ്ങനെ വെച്ചിട്ട് നോക്കണം. കണ്ടോ, എനിക്ക് കിട്ടുന്ന അളവ് 39 ആണ്. അപ്പൊ നമ്മള് ഇതുപോലെ തന്നെ ഷോൾഡറിൽ നിന്ന് മെറ്റീരിയൽ തുണിയിലും അങ്ങനെ തന്നെ വെക്കുക. ഷോൾഡറിൽ നിന്ന് നേരെ 16 കൊടുക്കുക. എന്നിട്ട് 16ന്റെ അവിടുത്തെ അളവ് നമ്മള് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും, 39 + 1 40. 40 / 4 ചെയ്യുമ്പോ 10 കിട്ടും. കിട്ടും. ഇനി നമുക്ക് നാലാമത്തെ അളവ്. അപ്പൊ നമ്മള് സ്ലിറ്റിന്റെ അളവ് നോക്കണം കേട്ടോ. അപ്പൊ എനിക്ക് സ്ലിറ്റ് അളവ് എന്ന് പറയുന്നത് 21 ആണ്. അപ്പൊ ഞാൻ 21 എടുത്തിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ആ ഭാഗത്തുള്ള അളവാണ്. പക്ഷെ അതിന്റെ ഇടക്കിട്ട് നമുക്ക് 16 കഴിഞ്ഞു. എനിക്കിപ്പോ 19ന്റെ അവിടെ ഒരു അളവ് വേണം എന്റെ വയറിന്റെ ആ ഭാഗത്തിട്ടുള്ള. അതായത് 21 ആണ് എന്റെ സ്ലിറ്റ് അളവ്. അപ്പൊ അതിന് മുമ്പായിട്ട് ഈ ഭാഗത്തും കൂടെ അളവ് വേണമെങ്കിൽ ഞാൻ അതുകൂടി എടുക്കുക. അപ്പൊ അതും എനിക്ക് കിട്ടിയത് 41 ആണ്. അപ്പൊ ഞാൻ ആ ഭാഗത്തും കൂടി ഒന്ന് നോക്കുക. 19ന്റെ അവിടെ എനിക്ക് 41 ആണ് കിട്ടിയത്. അപ്പൊ നമ്മൾ അവിടെ 10.5 വരും. 41 + 1 / 4 ചെയ്യുമ്പോൾ 10.5 വരും. പിന്നെ 21ന്റെ അവിടെ നമ്മൾ എടുക്കുക. 21ന്റെ അവിടെ എടുത്തിട്ട് നമ്മള് ചുറ്റി ഇങ്ങനെ എടുത്ത് നോക്കുക. 43 ആണ് വരുന്നത്. അപ്പൊ അതും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് +1 / 4 ചെയ്യുമ്പോ എത്രയാണോ കിട്ടുന്നത് അത് എടുക്കുക. എനിക്ക് കിട്ടിയ അളവ് ഞാൻ അവിടെ വരച്ച് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മള് ഈ എല്ലാ അളവും കൂടി ഒന്ന് വരച്ച് ഷേപ്പ് കൂട്ടുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളൊരു 3 അളവാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും. ആ ഒരു അളവല്ല കിട്ടിയത് എനിക്ക്. ബ്രസ്റ്റിന്റെ അളവ് വ്യത്യാസം ഉണ്ട്. വയറിന്റെ ഭാഗത്ത് ഒരു അളവും കൂടി എടുത്ത്. അപ്പൊ 1 2 3 4 5 സ്ലിറ്റ് വരെ ഞാൻ 5 ഷേപ്പ് അളവ് എടുത്തിട്ടുണ്ട്. 4 എണ്ണമൊക്കെ മതിയാവും. എന്നാലും ചിലപ്പോ വയറ് ഭാഗത്തൊക്കെ ചിലപ്പോ നമുക്ക് വിചാരിക്കുന്ന ആ ലൂസ്, കസ്റ്റമേഴ്സിന് വിചാരിക്കുന്ന ആ ലൂസ് ചിലപ്പോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ അളവ് കൂടി ഒന്ന് എടുത്തേക്കുക. എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരളവ് കൂടി കൂടുന്നേ ഉള്ളൂ. അപ്പൊ
അപ്പൊ നമുക്ക് അവിടെ എന്താ പറയാ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ടി വരില്ല, കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പൊ നമ്മൾ ആ 4-5 ഷേപ്പ് എത്രയാണോ എടുക്കുന്നത് അതും എടുത്തിട്ട് ഇതിന്റെയൊക്കെ കൂടെ +1/4 ചെയ്താൽ നമ്മുടെ കാൽക്കുലേഷൻ ഈ രീതിയിൽ എടുത്താൽ നമുക്ക് തെറ്റത്തേ ഇല്ല, ഷേപ്പ് അളവ് കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇനി നമ്മൾ സ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലിറ്റിന്റെ അവിടെ നമുക്ക് എത്രയാണോ കിട്ടിയത്, ഇപ്പൊ എനിക്കിവിടെ 11 എത്രയാണോ സ്ലിറ്റിന്റെ അവിടുത്തെ അളവ് കിട്ടുന്നത് അതിനേലും 1 ഇഞ്ച് കൂട്ടി നേരെ താഴേക്ക് എടുക്കുക. ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, എന്തോരം വീതി കൊടുക്കണം, സ്ലിറ്റിന് എത്ര വീതി കൊടുക്കണം എന്നുള്ളത്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ചുരിദാർ തയ്ച്ചപ്പോ അത് ഞാനിങ്ങനെ കട്ട് ചെയ്തപ്പോ എനിക്ക് കമന്റ് വന്നായിരുന്നു അതിന് വീതി കുറവാണെന്ന് തോന്നുന്നല്ലോ എന്ന്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. കാരണം നമ്മുടെ ഈ സ്ലിറ്റ് അളവിനേലും കുറഞ്ഞു പോകാതിരുന്നാൽ മതി. ചിലവര് കറക്റ്റ് സ്ലിറ്റ് അളവ് തന്നെ നേരെ സ്ട്രെയിറ്റ് വെട്ടുന്നവരുണ്ട്, ചിലവര് 1 ഇഞ്ച് കൂട്ടി വെട്ടുന്നവരുണ്ട്. പക്ഷെ കുറഞ്ഞു പോകാതിരുന്നാൽ മതി. ബാക്കി 1ഓ 2ഓ അത് നമ്മുടെ ഇഷ്ടം പോലെയാണ്. നമുക്ക് ഇങ്ങനെയാണെങ്കിലും എടുക്കാം. ഇപ്പൊ ഇങ്ങനത്തെ മോഡലൊക്കെ നമ്മൾ ആ ലോലിപോപ്പിന്റെ ആ ഡിസൈനിലൊക്കെ കണ്ടിട്ടുണ്ട്. സ്ലിറ്റ് വന്നിട്ട് തന്നെ കുറച്ച് വീതിയുള്ള മോഡലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് മോഡൽ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ എനിക്ക് ഇവിടെ കിട്ടിയ അളവിനേലും 1 ഇഞ്ച് കൂട്ടിയാണ് ഞാനിവിടെ സ്ലിറ്റിന് അളവെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കും. ഉണ്ടോ? ഇപ്പൊ നമുക്ക് ചുരിദാറിന്റെ എല്ലാ അളവും കിട്ടി. ഇനി നെക്ക് വരച്ചാൽ മതി. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാനത് കാണിക്കുവാണ്. നമ്മള് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. ഇതിപ്പോ നമ്മൾ കറക്റ്റ് അളവാണ് എല്ലായിടത്തും എടുത്തത്. ഇപ്പൊ ഞാനൊരു 1.5 ഇഞ്ച് അളവില് തയ്യൽ തുമ്പ് കൊടുക്കുവാണേ, എല്ലായിടത്തും കൊടുക്കുവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ സ്ലിറ്റിന്റെ അവിടെ വരുമ്പോഴത്തേക്കും 1 ഇഞ്ച് മതി കേട്ടോ. അപ്പൊ ആ ഒരു ഷേപ്പിൽ താഴേക്ക് വരക്കാം. ബാക്കി മേളിൽ നിന്ന് ഇങ്ങോട്ടെല്ലാം 1.5 ഇഞ്ച് കൊടുത്തിട്ട് നമ്മൾ സ്ലിറ്റിന്റെ അവിടെ വരുമ്പോൾ 1 ഇഞ്ച് മതി. കാരണം 1 ഇഞ്ച് വീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലിറ്റ് മടക്കുമ്പോഴത്തേക്കും ഒരുപാട് വീതിയായി പോകും. അതുകൊണ്ട് 1 ഇഞ്ച് വീതിയിൽ എടുക്കുന്നതാണ് സ്ലിറ്റ് മടക്കുന്നതിന്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ലിറ്റിന്റെ അവിടെ വരുമ്പോഴത്തേക്കും 1 ഇഞ്ച് വീതിയിൽ കൊടുത്ത് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ സ്ലിറ്റിന്റെ അവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് വീതി അടയാളപ്പെടുത്തിയിട്ട് ആ തയ്യൽ തുമ്പും കൂടി ഇടണം കേട്ടോ. നമ്മൾ നേരത്തെ വരച്ച അളവിൽ നിന്ന് 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ട് വേണം കേട്ടോ സ്ലിറ്റ് അളവ് കൂടി കട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ അതുകൂടി വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ട്രേസർ വീൽ കൊണ്ടിട്ട് ഈ സ്ലിറ്റിന് മേൽപോട്ട് വരച്ചാൽ മതി. സ്ലിറ്റ് അളവ് അറിയാലോ, നമുക്ക് അവിടെ തയ്ക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾ ഷേപ്പ് വരച്ചെടുക്കാം. പക്ഷെ ഞാൻ ഈ പ്രിന്റഡ് തുണിയില് ലൈനിങ് ഉണ്ടെങ്കിൽ ഓക്കെ, ഇത് വരച്ചാൽ കാണും. ഇതെങ്ങനെ ഈ ഡിസൈനിൽ ഈ ട്രേസർ വീലർ വെച്ച് വരച്ചിട്ട് ഒരു പ്രയോജനമില്ല. എനിക്കിത് എത്ര നോക്കിയാലും കാണത്തില്ല കേട്ടോ. കാണുന്ന തുണിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞാനിപ്പോ എനിക്കറിയാലോ 1.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഒരു സ്ലിറ്റിന്റെ അവിടുത്തെ ആ ഒരു 4ാമത്തെ ഷേപ്പ് വരെ ഞാൻ 1.5 ഇഞ്ച് കൊടുത്തിട്ട് അവിടെ നിങ്ങോടാണ് 1 ഇഞ്ച് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ആ ഒരു തയ്യൽ തുമ്പ് വെച്ചിട്ട് 2 അരികും അടിച്ചാൽ മതിയല്ലോ. ആ 1.5 ഇഞ്ച് വിട്ടിട്ട് ഞാൻ അടിച്ചു വരുമ്പോഴേക്കും എനിക്ക് ആ ഷേപ്പ് കിട്ടിക്കോളും. ഇത് ലൈനിങ്ങിലാണെങ്കിൽ ആ അടയാളം വെച്ചിട്ട് നമുക്ക് വരച്ചു പോകാം. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ, ഇപ്പൊ വേറെ ആളുകളെ തയ്ക്കണമെങ്കിൽ നമ്മള് ട്രേസർ വീലർ ഇത് അറിയാത്തവരൊക്കെ അറിഞ്ഞോളൂ കേട്ടോ. തുടക്കക്കാരിക്കൊന്നും അറിയാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ഒരു സംഭവമാണ്. കണ്ട, ഇത് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് അവിടെ കിട്ടിക്കോളും. നമുക്ക് എല്ലാ വശത്തും ഒരെണ്ണത്തിൽ വരച്ചാൽ മതി. 4 തുണിയിൽ ഈ അളവ് കിട്ടും. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് പോകാം. അപ്പൊ ഇതാണ് സംഭവം. ഇപ്പൊ ഇത്രയേ ഉള്ളൂ കട്ടിങ്. എല്ലാവർക്കും ഈ കണക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഷോൾഡറിന്റെ അളവ്, പിന്നെ കൈക്കുഴിയുടെ അളവ്, കൈക്കുഴി തള്ളന്റെ ആ ഒരു അളവ് കണ്ടുപിടിക്കുന്ന രീതി, പിന്നെ ഫസ്റ്റ് ഷേപ്പ്, സെക്കൻഡ് ഷേപ്പ്, തേർഡ് ഷേപ്പ്, ഫോർത്ത്, ഫിഫ്ത്ത് 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ 5 എണ്ണത്തിലും ഒരേ രീതിക്കാണ് കണക്ക് കൂട്ടേണ്ടത്. ഒരു വ്യത്യാസം ഇല്ല. ഈ രീതിക്ക് തയ്ച്ചെന്നാൽ ഷേപ്പ് കൃത്യമായിരിക്കും. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ടക്ക് ഇട്ട് കൊടുക്കണം. ബാക്ക് ടക്കും നിർബന്ധമാണ്. എന്നാൽ മാത്രമേ ഷേപ്പ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. കാരണം ബാക്കില് നമുക്ക് ആ
ടക്കിന്റെ അളവും കൂടി വരുമ്പോഴാണ് ഈ അളവ് കറക്റ്റ് ആകുന്നത്. ബാക്കിൽ ടക്ക് ഇടണ്ടെന്ന് ആരും വിചാരിക്കരുത്. എല്ലാവരും തന്നെ ചുരിദാറിൽ ബാക്കിൽ ടക്ക് ഇട്ട് ചെയ്യണം കേട്ടോ. അതാണ് ഭംഗി, അതാണ് കറക്റ്റ് ഷേപ്പും കിട്ടുന്നത്. അപ്പൊ സ്ലിറ്റ് വരെ ഈ രീതിക്ക് വെട്ടിയിട്ട് സ്ലിറ്റിന്റെ അവിടെ നിന്ന് 1 ഇഞ്ച് വീതി, സ്ലിറ്റിന്റെ താഴത്തെ അളവെടുക്കാൻ 1 ഇഞ്ചും കൂടി കൂട്ടുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന് കട്ട് ചെയ്തെടുക്കാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിസേഴ്സ് കൊണ്ടുവന്നില്ല, എടുത്തിട്ട് വരട്ടെ. അപ്പൊ ഞാനത് ആ രീതിക്ക് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെന്റർ ഒന്ന് ഇതുപോലെ ഒന്ന് ഇപ്പൊ തന്നെ നമ്മള് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം കൂടി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടക്കിടക്ക് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകണ്ട കേട്ടോ. അപ്പൊ ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ കണക്കൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും സമയമൊക്കെ എടുത്തത്, അല്ലെങ്കിൽ ഇത്ര സമയമൊന്നും എടുക്കത്തില്ല. നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ബാക്കിയുള്ള വശം എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ഈ വീതിയുള്ള വശം നോക്കി എടുക്കുവാണ്. ഇപ്പൊ കണ്ടോ, ഇവിടെ ഇത്തിരി വീതിയുള്ള വശം കിട്ടി. അപ്പൊ കൈക്കുള്ള തുണിയാണിത്. അപ്പം എനിക്ക് വണ്ണമില്ലാത്തവർക്കാണെങ്കിൽ ഇത് ഓക്കെ ആണ് കേട്ടോ, ഇത് തികയും. പക്ഷെ എനിക്കിങ്ങനെ മടക്കിയിട്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ചിലപ്പോ ഇങ്ങോട്ട് വേണ്ടി വരും. അപ്പൊ അത് ജോയിന്റ് പീസ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെന്ററിൽ കട്ട് ചെയ്തിട്ട്, പക്ഷെ ജോയിന്റ് പീസ് അണ്ടർആമിന്റെ അവിടെ കൊടുക്കുമ്പോൾ താഴെ ഭാഗമാണ്, അത് കാണത്തില്ല. പക്ഷെ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ അത് എല്ലാരും കാണും. അതുകൊണ്ട് തന്നെ നമ്മള് താഴെ ഭാഗത്തൊക്കെ ജോയിന്റ് പീസ് ചെറുതായിട്ട് ഒരെണ്ണം കൊടുത്താൽ മതി. അതായിരിക്കും ഭംഗിയെന്ന് തോന്നുന്നു, അതായിരിക്കും കാണാത്ത രീതി. അപ്പൊ ഇവിടെ സെന്ററിൽ ഇങ്ങനെ അടിപ്പൊന്നും വരും. ഇത് പ്രിന്റഡ് ആയതുകൊണ്ട് ചിലപ്പോ അധികം ശ്രദ്ധിക്കില്ല, കാണില്ല. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മള് പെൻസിൽ ഓരോന്ന് തപ്പി നടക്കുവാണ്. കൈന്റെ ലെങ്ത് നോക്കുക. എത്രയാണോ കൈക്ക് ലെങ്ത് വേണ്ടത് അത് അടയാളപ്പെടുത്തുക. അപ്പൊ എനിക്ക് ഒരു കുറച്ച് ലെങ്ത് വേണം. അപ്പൊ എനിക്ക് തയ്യൽ തുമ്പും കൂടി ഞാൻ കുറച്ച് അധികം ലെങ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് തയ്യൽ തുമ്പും കൂടി കൂട്ടി ഒരു 20 ഇഞ്ചാണ് എടുക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ മടക്കാനായിട്ട് എത്ര വേണം എന്ന് നമുക്ക് നോക്കുക. അപ്പൊ ലെങ്ത്, അതായത് ഷോൾഡറിൽ നിന്ന് നമുക്ക് എന്തോരം വേണോ അത് 15 ആണ് അളവെങ്കിൽ നമ്മളൊരു 16 എടുത്ത് കട്ട് ചെയ്യുക. അപ്പൊ ഞാനിപ്പോ ഇവിടെ എനിക്ക് കുറച്ച് കൈനീളം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ടോട്ടല് തയ്യൽ തുമ്പും അടക്കം 20 ഇഞ്ച് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 20 ഇഞ്ച് ഞാൻ ലെങ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്തത് നമ്മൾ നോക്കണം. ആ ലെങ്ത് എന്ന് പറയുന്നത് ഷോൾഡർ ടു നമുക്ക് എന്തോരം വേണം അതാണ് ഞാൻ ലെങ്ത് എടുത്തത്. പിന്നെ അടുത്ത അളവ് എന്ന് പറയുന്നത് നമ്മുടെ റിഗാള് കണ്ടുപിടിക്കലാണ്. റിഗാള് കണ്ടുപിടിക്കാനായിട്ട് നമ്മള് ടേപ്പ് ചുറ്റി ഇങ്ങനെ കണ്ട നമ്മള് തയ്ക്കുമ്പോ റിഗാളിന്റെ അളവ് എല്ലാരും എടുക്കണം കേട്ടോ, ആരും ഇട്ട് പോകരുത്. അപ്പൊ റിഗാളിന്റെ അളവ് എടുക്കുന്നത് വെച്ചാൽ ടേപ്പ് ചുറ്റി ഇങ്ങനെ റിഗാളിന്റെ അളവ് എടുക്കുക. അപ്പൊ എനിക്ക് കിട്ടിയത് 16.5 അപ്പൊ 8.4 വരും. അപ്പൊ ഞാൻ ഇവിടുന്ന് ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ ലെവൽ ചെയ്തൊന്ന് വരച്ചിട്ട് ഈ മൂലന്ന് ഒരു 3.5 തള്ളി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് കൈയിന്റെ ആ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് എനിക്ക് 8.4 വേണം റിഗാള്. അപ്പൊ കണ്ടോ, തുണിയുടെ ഇവിടത്തോളം ഉള്ളൂ. ഇവിടത്തോളം മീൻസ് തയ്യൽ തുമ്പിനുള്ള ആ അളവാണ് എനിക്ക് ജോയിന്റ് പീസ് കൊടുക്കേണ്ടത്. അപ്പൊ അത് കുഴപ്പമില്ല, അവിടെ ഒരു ജോയിന്റ് വന്നാലും. പിന്നെ നമ്മള് സെക്കൻഡ് കൈന്റെ അളവ് എന്ന് പറയുമ്പോൾ നേരെ ഇവിടെ വരരുത്, അതിന്റെ ഇടക്കിട്ട് ഒരളവ് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കൈ ഷേപ്പ് തെറ്റിപ്പോവും. കാരണം ചിലവർക്ക് 6 ഇപ്പൊ ഒരു 6ന്റെ വശത്ത് ഞാൻ എന്റെ അളവൊന്ന് നോക്കുവാണേ. അപ്പൊ എനിക്ക് ഷോൾഡറിൽ നിന്ന് 6 ലെങ്ത് എടുക്കുക. അവിടെ നിന്ന് എനിക്ക് ഒരു 14 കണ്ട 14 അളവ് വേണ്ടി വരും. പിന്നെ താഴെ ഭാഗത്ത് ഇവിടുത്തെ അളവ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ലൂസാക്കിയാണ് എടുക്കുന്നത്. എനിക്കൊരു 5.5 വേണം. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് എടുക്കുക. എന്നിട്ട് ഈ 3 അളവും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ എനിക്ക് ഇപ്പുറത്തേക്ക് ഇവിടെ കുറച്ചുകൂടി തയ്യൽ തുമ്പ് ഇത് വേണം. അപ്പൊ ഞാൻ അതിനുള്ള ജോയിന്റ് പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ കൈന്റെ
എനിക്ക് അടിയിലത്തെ താഴെ ഒരു വശമുണ്ട്, ഒരു വശമാണ് ഇല്ലാത്തത്. ആ ഒരു വശത്തേക്ക് ഞാനൊരു പീസ് ജോയിന്റ് പീസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഈ ഒരു പീസ് ഒരു കൈക്ക് മതി കേട്ടോ, അതോടെ വെച്ചു കൊടുക്ക. കൈയും വെട്ടിക്കഴിഞ്ഞു. പിന്നെ കഴുത്ത് നമ്മളുണ്ടല്ലോ തുണിയിൽ തന്നെ ചെയ്യണം കേട്ടോ. സോറി, സ്റ്റിഫിൽ ചെയ്യണം, തുണിയിൽ ആരും ചെയ്യരുത്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് കഴുത്ത് ബാക്കും ഫ്രണ്ടും അടിക്കാൻ വേണ്ടി 2 സ്ക്വയർ പീസ് ഉണ്ടോ, 1 2 അതും കൂടി വെട്ടിയെടുക്കുകയാണ്. അപ്പൊ ടോപ്പ് കട്ട് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോ കട്ടിങ് കഴിഞ്ഞു. അപ്പൊ ഇത് ഞാൻ കട്ടിങ് വീഡിയോ ആയിട്ട് തന്നെ ഇടാം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പൊ തയ്ക്കുന്ന വീഡിയോ നമുക്ക് അടുത്ത ദിവസം ഇടായി. അപ്പൊ തയ്ക്കേണ്ട രീതിയൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ ഈ രീതിക്ക് കട്ട് ചെയ്യുവാണെങ്കിൽ ചുരിദാർ തയ്ച്ചു വരുമ്പോ കറക്റ്റ് ഷേപ്പ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം കട്ടിങ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലെ കട്ട് ചെയ്തൊക്കെ നോക്കണേ. ശരി എന്നാലേ.